സുസുക്കിയെ ഒരു ആഗോള ബ്രാൻഡാക്കി വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒസാമു സുസുക്കി. ഒസാമുവിന്റെ കാലത്താണ് മാരുതി സാധാരണക്കാർക്ക് വേണ്ടി ചെറു കാറുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നീട് ഇന്ത്യയുമായി സഹകരിച്ച് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് സ്ഥാപിച്ചതും ഒസാമുവിന്റെ കാലത്താണ്. 1982 ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച സുസുക്കി പിന്നീട് രാജ്യത്തെ ഏറ്റവും നിർമ്മാതാക്കളിൽ ഒന്നായി മാറി. മാരുതി 800 എന്ന ജനപ്രിയ ബ്രാൻഡിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ്. ജപ്പാനിലെ ജനപ്രിയ കാറായ സുസുക്കി ഓൾട്ടോയിൽ നിന്നാണ് മാരുതി 800ന്റെ ജനനം. മധ്യ ജപ്പാനിലെ ജിഫിയിൽ 1930 ജനിച്ച ഒസാമു സുസുക്കി 1958 സുസുക്കി മോട്ടോഴ്സിൽ ചേരുന്നത്. 1963 അദ്ദേഹം ഡയറക്ടർ സ്ഥാനത്തെത്തി ജൂനിയർ സീനിയർ തസ്തികകളിലേക്കുള്ള ചവിട്ടുപടികൾ കൂടി. പിന്നീട് 1978 കമ്പനിയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മാറി. 2000 ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. സുസുക്കി കമ്പനിയുടെ തലപ്പത്തുനിന്ന് 40 വർഷത്തോളം തുടർന്ന ഒസാമു 2021 സ്ഥാനമൊഴിയുന്നത്. ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും കമ്പനിയുടെ ഉപദേശകനായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. സുസുക്കിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ വിപണിയിലേക്കുള്ള രംഗപ്രവേശനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം ഒസാമു ആയിരുന്നു. 1982 ഇന്ത്യൻ സർക്കാരുമായി സുസുക്കി കരാർ ഒപ്പിട്ടതും മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് പിറന്നതും. അത്തരത്തിൽ നോക്കിയാൽ ഇന്ത്യയുടെ വാഹന ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ഒരു അതികായന്റെ ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ബാക്കിയാകുന്നത്. സുസുക്കി വ്യവസായ സാമ്രാജ്യം പേരിനൊപ്പം ഉണ്ടെങ്കിലും ആ കുടുംബത്തിലെ ദത്തുപുത്രനാണ് ഒസാമു. 1930 ജപ്പാനിലെ ജിറോ നഗരത്തിലായിരുന്നു ഒസാമുവിന്റെ ജനനം. പഠനത്തിനു ശേഷം ബാങ്ക് ജീവനക്കാരനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അദ്ദേഹം സുസുക്കി സ്ഥാപകൻ മിഷിയോ സുസുക്കിയുടെ പേരക്കുട്ടിയായ ഷോക്കോ സുസിയെ വിവാഹം കഴിച്ചതോടെയാണ് ഒസാമു സുസുക്കി കുടുംബത്തിന്റെ ഭാഗമായി മാറിയത്. വ്യവസായ പാരമ്പര്യത്തിന് അനന്തരാവകാശിയാകാൻ കുടുംബത്തിൽ ആൺകുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ ഒസാമുവിന്റേത് ദത്തെടുക്കൽ വിവാഹമായിരുന്നു. അങ്ങനെ ജാപ്പനീസ് ആചാരം അനുസരിച്ച് ഭാര്യയുടെ കുടുംബ പേരായി സുസുക്കി ഒസാമുവിന്റെ പേരിനൊപ്പം ചേർന്നു. വൈകാതെ സുസുക്കി എന്ന വാഹന സാമ്രാജ്യവും. സുസുക്കിയുടെ ജപ്പാനിലെ ജനപ്രിയ മോഡൽ ഓൾട്ടോയുടെ പുറത്തിറക്കലും ഒസാമുവിന്റെ നേതൃത്വത്തിലായിരുന്നു. 70കളിൽ ടൊയോട്ടയുമായി സഹകരിച്ച് ചെറു കാറുകളുടെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള തീരുമാനം സുസുക്കിയുടെ വിജയ ചരിത്രത്തിന്റെ വഴിത്തിരിവായി. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതിയുടെ ചെറു കാറുകളാണ്. ഒസാമുവിന്റെ ചെലവ് ചുരുക്കൽ രീതിയും പ്രശസ്തമായിരുന്നു. ഒരു ദിവസം ഫാക്ടറി പരിശോധന പൂർത്തിയാക്കി തിരിച്ചു പോകുമ്പോൾ ഫാക്ടറിയിലെ 1090 ബൾബുകൾ ഉടൻ നീക്കണമെന്ന അമ്പരപ്പിക്കുന്ന ഒരു നിർദ്ദേശം കമ്പനി മേധാവി നൽകി. അത്തവണത്തെ വൈദ്യുതി ബില്ലിൽ അതിലൂടെ മാത്രം $40,000 കുറയ്ക്കാനായി. ഓപ്പൺ പ്ലാൻ ഓഫീസുകൾ, കോമൺ ക്യാൻറ്റീൻ, ജീവനക്കാർക്ക് യൂണിഫോം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളായിരുന്നു. ഒറ്റ ദിവസത്തെ ഫാക്ടറി പരിശോധനയിലൂടെ അനാവശ്യ ചെലവുകളുടെ ഇനത്തിൽ മാത്രം 215 കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തി തിരുത്തിയത്.